കേരളത്തിലെ എല്ലാ വാഹനങ്ങൾക്കും ഇനി സെൻസസ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ നടപടി. റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് റോഡിലിറങ്ങുന്ന വാഹനങ്ങളുടെ കണക്കെടുപ്പ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പ്. കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ആകെ 1,93,97,002 വാഹനങ്ങളാണ് നിലവിലുള്ളത്. എന്നാൽ അവയിൽ റോഡിൽ ഉപയോഗയോഗ്യമായ എത്ര എണ്ണമുള്ളതെന്ന് വ്യക്തമായ കണക്കുകളില്ല. റോഡിൽ ഉപയോഗിക്കാവുന്ന വാഹനങ്ങൾ, ഉപയോഗിക്കാതെ കിടക്കുന്ന വാഹനങ്ങൾ, രേഖകളിലുള്ളതും നശിച്ചു പോയതുമായ വാഹനങ്ങൾ എന്നിവ സംബന്ധിച്ച കൃത്യമായ വിവരം ലഭ്യമാകണമെന്നാണ് വെഹിക്കിൾ സെൻസസിന്റെ പ്രാഥമിക ഉദ്ദേശം. ട്രാഫിക് വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രകാരം കേരളത്തിലെ റോഡുകളുടെ സാധാരണ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതിൽ ഇരട്ടിയിലധികം വാഹനങ്ങളാണ് നിരത്തുകളിലൂടെ പായുന്നത്. സംസ്ഥാനത്ത് ഒരു ദിവസം 130-നും 160-നും ഇടയിൽ വാഹനാപകടങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 10 മുതൽ 15 പേർ വരെ മരണപ്പെടുന്നു. 150-നും 160-നും ഇടയിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെ 18,598 അപകടങ്ങളിലായി 1,384 പേർ റോഡപകടങ്ങളിൽ മരണപ്പെട്ടു. 21,255 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സെൻസസിലൂടെ വാഹനങ്ങളുടെ സാന്ദ്രതയും അപകട സാധ്യതയും താരതമ്യം ചെയ്ത് അപകടങ്ങൾ പതിവായ സ്പോട്ടുകൾ കൃത്യമായി കണ്ടെത്താനും ഇതുവഴി വാഹനാപകടങ്ങൾക്ക് കടിഞ്ഞാനിടാനും സർവേ സഹായിക്കുമെന്നാണ് കരുതുന്നത്. ഇതുകൂടാതെ സർവേയിലൂടെ ഫിറ്റ്നസ് ഇല്ലാത്തവ, റോഡ് ടാക്സ് അടയ്ക്കാത്തവ, വ്യാജ നമ്പറിൽ ഓടുന്ന തുടങ്ങിയ വാഹനങ്ങളുടെയും കണ്ടെത്താൻ കഴിയും. ഇതോടൊപ്പം വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്നതിനായി സംസ്ഥാനത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ 28 ഓട്ടോമാറ്റഡ് വെഹിക്കിൾ ടെസ്റ്റ് സ്റ്റേഷനുകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിൽ 9 എണ്ണം മുൻപ് അനുമതി നൽകി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും 19 എണ്ണം കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുമതി നൽകിയതുമാണ്. ഒരു ജില്ലയിൽ 2 സ്റ്റേഷൻ എന്ന ക്രമത്തിലാണ് അനുമതി നൽകിയിട്ടുള്ളത്. ഈ വർഷം തന്നെ സ്റ്റേഷനുകളുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്.